എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നയനയും ആദർശും കൂടെ റൂമിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് നല്ല ഉറക്കമാണ്, പക്ഷെ നയന ഉറങ്ങുന്നൊന്നുമില്ല. നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കണം കേട്ടോ. എന്നിട്ട് എണീക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് നയന ഇങ്ങനെ വെളിയിലോട്ട് പോകാൻ വേണ്ടി പോകുന്ന സമയത്തേക്കും ആദർശം ഉണരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ പോവാ രാത്രിയിലെന്ന്. അപ്പോൾ പറയാണ്, ഇല്ല എനിക്കിപ്പോൾ ഒരു ഡിസൈൻ ഓർമ്മ വന്നു, അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണെന്നൊക്കെ പറയാണ്. അതിനെങ്കിൽ രാത്രി പോവേണ്ട ആവശ്യമുണ്ടോ, ഉറക്കമൊഴിഞ്ഞ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കണം. ഇല്ല, ഇപ്പം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് മറന്നു പോകും, അതുകൊണ്ട് ഇപ്പം തന്നെ അത് ചെയ്യാനാണ് ഞാനിങ്ങനെ എണീറ്റ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എങ്കിൽ പിന്നെ നീ നാളെ ഓഫീസിൽ വരണ്ട, ഉറക്കമൊഴിഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് വരണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല ഉറക്കമൊഴിഞ്ഞൊക്കെ നല്ല ശീലമുണ്ട്, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണ്. എങ്കിൽ ഞാനും കൂടെ വന്നിരിക്കാം എന്ന് പറയുന്നുണ്ട് ആദർശ്. അപ്പോൾ പറയുകയാണ്, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആദർശേട്ടന് നാളെ ഓഫീസിൽ പോവേണ്ടതല്ലേ, അതുകൊണ്ട് ആദർശേട്ടൻ കിടന്നുറങ്ങിക്കോ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന അങ്ങ് വെളിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. നയന അങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് നയന ഹാളിൽ വന്നിരുന്നിട്ട് ഒരു ഡിസൈനൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി റൂമിൽ ഉറങ്ങാതെ കിടക്കുകയാണ്. ജയനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ദേവയാനി ഇങ്ങനെ കുറേ സമയമൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ കിടന്നിട്ട് പയ്യെ ജയനെ ഉണർത്താതെ പമ്മി വെളിയിൽ വരുന്നുണ്ട്. എന്നിട്ട് നയനയെ വന്ന് തോളി തട്ടിയിട്ട് പറയുന്നുണ്ട്, മോളെന്താ ഉറങ്ങാതെ ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ചോദിക്കുകയാണ്, അമ്മ എന്താ ഉറങ്ങാത്തേ, എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വന്നതുകൊണ്ട് എനിക്ക് ഈ കാഴ്ചയൊക്കെ കാണാൻ പറ്റി, മോളെന്തിനാ ഉറങ്ങാതെ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ലമ്മേ, ഞാനിപ്പോൾ കിടന്നപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, അത് ഇപ്പോൾ തന്നെ പേപ്പറിൽ പകർത്താമെന്ന് വിചാരിച്ചിട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ പകർത്തിയില്ലെങ്കിൽ അത് പിന്നീടാകുമ്പോൾ അത് ആ ഐഡിയ അങ്ങ് മറന്നു പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിൽ മോൾക്ക് ഞാനൊരു കാപ്പി ഇട്ടിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ, വേണ്ടമ്മ ഈ രാത്രിയിലാണോ കാപ്പി കുടിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, 1 മണിയായില്ലേ, ഒരു കാപ്പി കുടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, മോളെ ഡിസൈൻ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നെങ്കിൽ അത് മാർക്കറ്റിൽ വളരെ നല്ല ഉയർച്ചയാണ് നമുക്ക് നേടിത്തരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നത്, അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ കഴിക്കാനും കൊണ്ട് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ രാത്രിയിലാണോ അമ്മ ഇങ്ങനെ എനിക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിശപ്പ് എപ്പോൾ വന്നാലും അപ്പോൾ ആഹാരം കഴിക്കണമെന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷത്തോടെ നയനയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നയനയോടൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി ഇങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നയന പിന്നീട് ഡിസൈനൊക്കെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതേ സമയം അനാമിക അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, ഉറക്കം വരാതെ. എന്നിട്ട് അനാമികയെ നോക്കുമ്പോൾ നയന അവിടെ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലിങ്ങനെ പറയണോ, ഇവൾക്ക് ഉറക്കമില്ല, ഇവൾ വലിയ ഡിസൈനാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി അവിടെ ഇരുന്ന് കുത്തിക്കുറിക്കുകയാണ്, മനുഷ്യനൊന്ന് സ്വൈര്യമായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്, അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുറത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ദേവയാനി ചായയിട്ട് വരുന്ന സമയത്തേക്ക് അനാമിക ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ. പെട്ടെന്ന് ദേവയാനി ഇങ്ങ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അനാമിക നേരെ നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയണത്, നിനക്ക് ഉറക്കമൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ ഉറങ്ങാത്തതുകൊണ്ടല്ലേ എന്നെ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്ന എന്നെ കാണുന്നത് എന്നിങ്ങനെ നയനയും പറയുകയാണ്. എൻ്റെ റൂമിലുള്ള സൗകര്യം കടത്തുന്ന മനസ്സമാധാനം കടത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ അതിനെക്കാട്ടി എൻ്റെ മനസ്സമാധാനം കളയുന്ന ഒരു തീയ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സമാധാനം കളയുന്ന ഈ വീട്ടിലുള്ളവരാണോ, അതുകൊണ്ട് ഈ വീട്ടിലുള്ളവരെല്ലാവരും ഓടിപ്പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാലും ഒരു വല്ലാത്തൊരു വീടായിപ്പോയി വീടെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, നിനക്ക് ഈ വീട്ടിൽ കയറാൻ ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയായാലും അത് നേരായ മാർഗത്തിൽ കൂടെ തന്നെയാ ഈ വീട്ടിലേക്ക് വന്നത്, നിങ്ങളെപ്പോലെ വളഞ്ഞ വഴി കൂടെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമികയും. എന്തൊക്കെയായാലും നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നെ കണ്ണെടുത്ത കണ്ടുകൂടല്ലോ എന്ന് അതൊക്കെ നോക്കി എൻ്റെ അമ്മായിയമ്മ എന്നെ കൈവെള്ളയിലാണ് കൊണ്ട് കിടക്കുന്നത് അപ്പോൾ പറയുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മായിയമ്മ കൈവെള്ളയിൽ കൊണ്ട് കിടന്നിട്ട് കാര്യമില്ല, ആദ്യം വേണ്ടത് ഭർത്താവിൻ്റെ സ്നേഹമാണ് ആദ്യം വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയണം. അതിന് നീയൊന്നും സമ്മതിക്കില്ലല്ലോ, നീ നിൻ്റെ അനിയത്തിയൊക്കെ എന്നെ
സ്നേഹിക്കാൻ വേണ്ടി സമ്മതിക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ എന്നെ വെറുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവളിങ്ങനെ അസുഖം വന്ന് ചിക്കൻ ബോക്സ് വന്ന് അവിടെ കിടക്കുന്നത്. അവൾ ഒരു കാലത്തും SI ആവാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പറയുന്നത് ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോഴാണോ, അല്ലെങ്കിൽ ഒരാൾക്ക് ആപത്തും അപകടമൊക്കെ എപ്പോഴും വേണമെങ്കിലും വരാം, അതാർക്ക് വേണമെങ്കിലും വരാം, അതിനിങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ഇങ്ങനെ നനിയും ചോദിക്കുന്നുണ്ട്. അവൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ പറയണം കേട്ടോ. ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് SI ആവാനും പറ്റില്ല, അതുപോലെ തന്നെ അവൾക്ക് അസുഖവും കുറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അനാമിക ചോദിക്കുകയാണ്, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് വരച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് വരയ്ക്കും, നീ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എണീച്ച് പോവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് വരയ്ക്കും എന്ന് പറയണേ. എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പോയി കളയാമെന്ന് പറഞ്ഞിട്ട് അനാമികയുടെ ദേഷ്യത്തിൽ അനാമിക അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോയതിന് ശേഷം ദേവയാനി ഇങ്ങനെ ചായയായിട്ട് വന്ന് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, മോൾ ചായ കുടിക്കുന്നു. അപ്പോൾ അമ്മ ഇത് കേട്ടില്ലേ അവൾ പറഞ്ഞതൊക്കെ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നത്, മോള് ചേട്ടത്തിയാണെങ്കിൽ മോൾക്ക് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും തരുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക ദേഷ്യത്തിൽ റൂമിൽ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. റൂമിൽ പോയിട്ട് അപ്പോൾ ആ സമയം അനിയാണെങ്കിൽ നന്ദുവിൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അനാമിക കയറി വരുന്ന സമയത്തേക്കും ഇവ ഇങ്ങനെ ഫോൺ പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് അനി. അപ്പോൾ പറയുന്നുണ്ട്, നീ അവളുടെ ഫോട്ടോ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്, നീ ഇനിയിപ്പോൾ എന്നെ കരുതി മാറ്റിയെന്ന് വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അനി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാ എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ എണീച്ച് താഴോട്ട് പോയി, അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങോട്ട് പോയാലും നിനക്ക് എന്താ, ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോകണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെക്കാട്ടി എൻ്റെ മനസ്സ് നന്നായിട്ട് നീയും പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ്. എന്നിട്ട് പറയാം, എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണീച്ച് താഴോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുത്തി കുത്തി കുറച്ചുകൊണ്ടിരിക്കുക, അവിടെ വലിയ ഡിസൈനറല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഏട്ടത്തി ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ഡിസൈൻ വരയ്ക്കാറുമുണ്ട്, അതൊക്കെ നല്ല വിജയം കൈവരിക്കാറുണ്ടെന്നൊക്കെ ഇങ്ങനെ തന്നെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അവൾമാരൊക്കെ രാത്രി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില്ല, ഇവരെയൊക്കെ തേടി രാത്രി വേറെ ആരെങ്കിലും വരില്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വളരെ മോശമായിട്ട് പറയാണ് കേട്ടോ അനാമിക. അപ്പോൾ പറയാണ്, അതൊക്കെ അങ്ങനെയുള്ള സംസ്കാരത്തിലൊന്നും അല്ല എൻ്റെ ഏട്ടത്തി എന്ന് ജനിച്ച് വളർന്നതെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, നിൻ്റെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നെക്കുറിച്ചാണ് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നീ ഇതേപോലെ പറയുമായിരുന്നു എന്നൊക്കെ അനാമികയും ചോദിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ അത് സമ്മതിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കും. നീയും നിൻ്റെ വീട്ടുകാരൊന്നും അച്ഛനും അമ്മയൊന്നും ശരിയല്ല, അവർ നിന്നെ അത്രയ്ക്ക് തരം താഴ്ത്തിയാൽ വളർത്തിയെന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും അവരെന്നെ മാന്യമായിട്ടാണ് വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ രണ്ടും കൂടെ തമ്മിൽ ചെറിയൊരു വഴക്ക് പോലെ ആവുകയാണ് കേട്ടോ. നീ ഇവിടെ ഈ റൂമിലുള്ളപ്പോൾ എൻ്റെ ഉറക്കവും എൻ്റെ മനസ്സമ്മതം എല്ലാം പോയെന്ന് അനി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയാണ്, കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കല്യാണം കഴിച്ചത് ഉറക്കം നഷ്ടപ്പെടാനാണോ എന്നൊക്കെ പറയുകയാണ്. എൻ്റെ കാര്യം അങ്ങനെ തന്നെയാടാ, എനിക്ക് കല്യാണം കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഉറക്കവും പോയി, പിന്നെ ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ആരെയും അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ അനിയും പറയാണ്. അനാമിക ഇങ്ങനെ ദേഷ്യത്തിൽ പിന്നെ കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനിയോ ഇനി എത്ര നാൾ ഞാൻ ഇനി ചുമക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അനിയൻ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇനി നയനെ കാണിക്കുകയാണ്. ദേവേനെ ചോദിക്കുന്നുണ്ട്, അവളെ ഏട്ടത്തി എന്നിട്ട് പോലും അവളുടെ മക്കളടുത്ത് ഒരു റെസ്പെക്റ്റും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയും, എന്നെ സ്നേഹിക്കണമെന്നും എനിക്ക് റെസ്പെക്റ്റ് ചെയ്യണമെന്നും എനിക്ക് ഒരു താല്പര്യമില്ല, പക്ഷേ അനിയെ മാത്രം അവളെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുകയാണ്. എന്നിട്ട് ദേവേനെ പറയുന്നുണ്ട്, മോള് നന്ദുവിനെ എങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് ആദർശിനോട് പറയാത്തത് വളരെ തെറ്റായിപ്പോയി, പക്ഷെ ഞാനും ജലജയും ജാനകിയൊക്കെ അത് എതിർത്താലും പക്ഷേ ആദർശേട്ടനും മുത്തശ്ശനും ജയൻ ചേട്ടനൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, സപ്പോർട്ട് ചെയ്തേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ അവൾ പറഞ്ഞത് കേട്ടില്ല അമ്മ. എന്തെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ എങ്ങനെയാണ് വന്ന് കയറിയെന്ന് അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ അനാമിക വന്നത് ഒരു കല്യാണം വരേണ്ട രീതിക്ക് തന്നെയാണ് വന്നത്, പക്ഷേ നന്ദുവിനെയാണ് നമ്മൾ ആലോചിക്കുന്നത്, ഒരു യുദ്ധം തന്നെ നടക്കേണ്ടി വന്നനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദർശിനെ പോലെ തന്നെ അനിയൻ നല്ലൊരു വരരുത്, ഞാൻ എൻ്റെ അനിയത്തെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. അനിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയാണെന്നൊക്കെ നയന ഇങ്ങനെ പറയുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഞാൻ അനിയോട് പറയുന്നുണ്ട്, പക്ഷേ ഇനി കുറച്ചുകൂടെ ഞാൻ അവനെ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും പറയുന്നുണ്ട്.
ചോദിക്കുകയാണ്, മോള് വരച്ചത് എവിടെ ഡിസൈൻ എന്നൊക്കെ. അത് അമ്മേ അത് പൂർത്തിയായിട്ടില്ല, ഞാൻ കുറച്ച് ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. വരച്ചത് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ടെന്നൊക്കെ ദേവേനി ഇങ്ങനെ എടുത്തിട്ട് പറയുന്നുണ്ട്, നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേനി ചോദിക്കുകയാണ്, നാളെ ഉച്ചയ്ക്ക് ശേഷം മോൾക്ക് ഫ്രീ ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെന്താ അമ്മയ്ക്ക് വല്ല പർച്ചേസിങ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് മാസം വരെ അല്ലേ, അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്, അപ്പോൾ നന്ദുവും അമ്മയും ഞാനും കൂടെ പോകണമെന്ന് പറയാം, എന്നിട്ട് ഇറങ്ങി വരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നാൽ ശരി എന്നൊക്കെ അവരൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇത് ദേവയാനിയാണെങ്കിൽ നനയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഭയങ്കര സ്നേഹത്തിൽ കേട്ടോ, ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം. അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പാട്ട് സീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ സാരിയൊക്കെ എടുക്കാൻ ഷോപ്പിങ്ങിന് അന്ന് പോയതും അതെല്ലാം ഇങ്ങനെ ആലോചിക്കുന്ന നല്ലൊരു സീനാണ്. ദേവയാനിയും നയനയും കൂടെയുള്ള ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്തായിട്ട് രാവിലെ നയന കുളിച്ചിട്ട് തലയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവേനി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് തോർത്തേണ്ടത്, ഇങ്ങനെ തോർത്തിയ തല തോരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് തോർത്തിനെ വെച്ചിട്ട് നയനയ്ക്ക് ഇങ്ങനെ തല തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ, ഭയങ്കര സ്നേഹത്തിൽ. അപ്പോൾ ഇത് ഇങ്ങനെ 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 അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ എൻ്റെ കാര്യങ്ങളാണ് അമ്മ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അമ്മയുടെ കാര്യം അമ്മ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അമ്മയാ, അതുപോലെ തന്നെ അമ്മയമ്മയാ, അതിനെക്കാട്ടി മോള ചെറുപ്പം, അപ്പം മോളെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് തലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തുടച്ചു എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുത്തശ്ശി വന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അറിയാതെ വായിൽ കൈ വെച്ച് പോവുകയാണ്. ഈശ്വര, ഇത് എന്താ ഇങ്ങനെ നടക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നയനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ മുത്തശ്ശി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവീൻ്റെ സ്വഭാവന ഇങ്ങനെ മാറിയിട്ട് പറയാണ്, ഒരു ശ്രദ്ധയും ഇല്ല, ഒരു മനുഷ്യനെ ദ്രോഹിക്കാനായിട്ട് ഇങ്ങനെ കാണിക്കുകയാണെന്നൊക്കെ എന്നിട്ടിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, അത് ശരി, അമ്മായിയമ്മ മരുമകളുടെ തലയൊക്കെ തോർത്തി കൊടുക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞതെന്ന് അമ്മ കേട്ടില്ലേ, ഇനിയിപ്പോൾ തലമുടിയിൽ നിന്ന് ഞാൻ വന്നപ്പോൾ വെറ്റൊറ്റ് വെള്ളം വീഴുന്നോണ്ടിരിക്കുക, ഇനിയിപ്പോൾ തല തോർത്താതിരുന്നാൽ എനിക്കല്ലേ പണി കൂടുതൽ വരുന്നത്, ഇനി അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവളിനി വീട്ടിൽ പോവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ പേരും പറഞ്ഞ് ഇവർക്ക് വീട്ടിലും പോകണം, പിന്നെ ആദർശനും അതൊരു വിഷമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശന് അങ്ങനെ പേരിലൊരു പ്രശ്നമൊന്നുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ. മോക്ക് തോന്നി എന്നൊക്കെ നയനെ അടുത്ത് ചോദിക്കുമ്പോൾ പറയാണ് കേട്ടോ. നയന പറയുന്നുണ്ട്, കുറച്ച് കുഴപ്പമാണ് മുത്തശ്ശി, ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കിടന്ന് വിളിയാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, അമ്മ കേട്ടല്ലോ, അതിന് അമ്മയ്ക്കറിയാമല്ലോ അവൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വിട്ടുള്ളൂ, ഇനി ഇതിൻ്റെ പേരിലും കൂടെ ഇനി അവനും കൂടെ വയ്യാതായ എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ദേവേനി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്കും മരുമകളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട് മോളെ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മോൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല, അത് മുത്തശ്ശിക്ക് തോന്നുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇല്ല മോളെ, എനിക്ക് നല്ലതായിട്ട് അവളെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് സ്നേഹമുണ്ട് എന്നിങ്ങനെ മുത്തശ്ശി തറപ്പിച്ച് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മോളാണ് ഇത് ഇങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ട് കരളൊക്കെ കൊടുത്തതെന്ന് ദേവയാനി അറിഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.